ഒരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ പോയി തൂക്കുപാലത്തിലേക്കാണ്. അത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലമാണ് കേട്ടോ. അപ്പൊ തൂക്കുപാലത്തിൽ ചെന്നപ്പോഴത്തെ ഐസ്ക്രീം കണ്ടു, അത് കഴിച്ചുടുപ്പിലൊക്കെ ചാടി. അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ തൂക്കുപാലത്തിൽ നിന്നൊരു മുഴുവൻ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ അവിടെ വള്ളം വഞ്ചിയൊക്കെ ഉണ്ട്, അതിലൊക്കെ പോവാം. വെള്ളമുള്ളപ്പോൾ നല്ല രസമാണ്. ഇപ്പൊ വെള്ളം വളരെ കുറവാണ് കേട്ടോ. ഇതാണ് തൂക്കുപാലം. ഇതിക്കടെ പോകുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഒത്തിരി പേര് കയറുമ്പോൾ നന്നായിട്ട് അതങ്ങ് ആടുമ്പം നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ തോന്നും. അത് കഴിഞ്ഞ് നേരെ ബീഫ് പ്ലസ് പഴംപൊരി പ്ലസ് പൊറോട്ട എന്ന് കണ്ടു. 50 രൂപയുള്ളൂ. ദേ കയറി അവിടെ ഇരുന്നു. വിലക്കുറവല്ലേ, അപ്പൊ ദേ കഴിച്ചിട്ടുമില്ല ഞാന്. ഒരു ബൂസ്റ്റും പറഞ്ഞു. ദേ ഒരു പൊതി ഇങ്ങ് തന്നു, ഷവർമയൊക്കെ പോലെ. അതെ, ഞാനിത് കഴിച്ചപ്പോ ഇങ്ങനെ കണ്ടേ. ഞാനിത് കഴിച്ചിട്ടില്ല, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്തു, സെപ്പറേറ്റ് അങ്ങനെ കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഓർമ്മ, ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ചുരുട്ടി തരത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതേ ചുരുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി പറ്റുന്നില്ല. അപ്പൊ ഞാനൊന്ന് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ, നാണക്കേടല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, അറിയാൻ മേലാത്ത ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, നാണക്കേടൊന്നുമില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് ചന്നം പിന്നെ കഴിച്ചു. അത് കഴിച്ച് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ആണ്, കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു ബൺ പ്ലസ് എന്താ പറയാ ഫ്രൈഡ് ചിക്കൻ പ്ലസ് ഗാർലിക് പേസ്റ്റ്. അപ്പൊ അതും ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതും ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ബൂസ്റ്റ് പറഞ്ഞത് തീർന്നു പോയിട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ വിചാരിച്ചു ഒരു ബ്രൂ കോഫി കൂടെ പറയാന്ന് വിചാരിച്ചു. ബ്രൂ കോഫി ഒക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് കഴിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു തീറ്റാന്ന് വിചാരിക്കും അല്ലേ. അല്ല, വിലക്കുറവല്ലേ, ടേസ്റ്റും നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ കഴിക്കാൻ വിചാരിച്ചു, അതൊന്നും കഴിച്ചു. അങ്ങനെ പഴംപൊരിയും പൊറോട്ടയും ബീഫും ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചിട്ട് കുറച്ച് സ്ഥലമൊക്കെ പോയി കണ്ടു, വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പൊ നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പൊ ഇത് ഇലയിലൂടെന്ന് പറഞ്ഞ് കണ്ടു. കയറി നമ്മൾ വിടുവോ, ഞാൻ സാമ്പാറ് മോര് എത്തി വരിഞ്ഞ രസവും എടുത്തു കേട്ടോ. എന്തിനാ എല്ലാം വിടുന്നേന്നേ, അങ്ങ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ മീൻ വാങ്ങിച്ചു. മീൻ കറിയും മീൻ വറുത്തതും വാങ്ങിച്ചു. റിച്ച് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പൂമീൻ കറി ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഒഴുക വറുത്തത് ഉണ്ട്. അപ്പം നമ്മൾ വേറെ സ്ഥലത്തല്ലേ, അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അത് വാങ്ങിച്ചത്. അങ്ങനെ ഇത്തിരിയും കൂടെ ചാറും കൂടെ എടുത്തു. മീൻകറി കൂട്ടി ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തു, എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒഴുക വറുത്തതും കൂടെ എടുത്ത് കഴിച്ചു. ഇത്തിരി സബോളയും കൂടെ എടുത്ത് കഴിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. പിന്നെ ചന്നം പിന്നെ നമ്മൾ അവിയലുണ്ടായിരുന്നു, പാവയ്ക്കയും ക്യാബേജും തോരനുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഒക്കെ കൂട്ടി, അവിയൽ ഒക്കെ കൂട്ടി പടപടാന്നും പറഞ്ഞ് കഴിച്ചു. എൻ്റെ മുഖത്ത് സന്തോഷം. പപ്പടം കടിക്കാനും ഞാൻ മറന്നില്ല.